ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബക്രീദൊക്കെ ആയിട്ടൊരു സ്പെഷ്യൽ ഓഫർ വീഡിയോ കാണാം. ഇതിലൊരുപാട് പുതിയ പ്ലാന്റ്സുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം പുതിയ പ്ലാന്റ്സുകളല്ലെങ്കിലും ഒരുപാട് പ്ലാന്റ്സുകൾ ഇന്നേ വരെ നമ്മൾ ഓഫർ വീഡിയോയിൽ കൊണ്ടുവരാത്ത പ്ലാന്റ്സുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റ്സുകളും കാണുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. മാത്രവുമല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ചെടികളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. 30 രൂപ മുതലാണ് ഇതിൽ പ്ലാന്റ്സിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിനിമം 3 പ്ലാന്റ്സുകൾ 100 രൂപയ്ക്ക് താഴെയുള്ള പ്ലാന്റുകളാണെങ്കിൽ മിനിമം 3 പ്ലാന്റ് എടുക്കുമ്പോഴാണ് ആ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ലഭിക്കുന്നത്. എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നതാണ്. മിനിമം കേരളത്തിൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 70 രൂപയാണ് കൊറിയർ ചാർജ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തി 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് നിങ്ങളുടെ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ്. ആദ്യമായിട്ട് ഏതാ പ്ലാന്റ് എന്ന് നോക്കാം. ഇത് വെറോണിക്കയുടെ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഒരു പിങ്ക് ആൻഡ് മജന്ത ഷെയ്ഡിലാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത്. ഇതൊരു സ്രബ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 110 രൂപ വരുന്നത്. അടുത്തതായിട്ട് ഡേ ലില്ലിയാണ്. ഡേ ലില്ലി അതുപോലെ തന്നെ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ലില്ലി വെറൈറ്റി തന്നെയാണ്. ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും അതിൻ്റെ അടിയിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് പൊട്ടിമുളച്ച് വന്ന് വീണ്ടും പൂക്കൾ ഉണ്ടാകുന്നു. അടുത്തായിട്ട് വരുന്നത് ടൈഗർ അബൂട്ടിലോണാണ്. ടൈഗർ അബൂട്ടിലോണിൻ്റെ ചെറിയ പ്ലാന്റ്സുകളാണ് നമ്മൾ നോർമലി ഈ ഒരു ഓഫർ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താറുള്ളത്. എന്നാൽ ഇത്തവണ വലിയ പ്ലാന്റുകളാണ്. പൂക്കളായി നിൽക്കുന്ന, ഇതുപോലെ നിറഞ്ഞ പൂക്കളായി നിൽക്കുന്ന വലിയ പ്ലാന്റ്സിനാണ് 120 രൂപ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ വലിപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അടുത്തതായിട്ട് പിങ്ക് ജാക്കോബിനെയാണ്. ഇതും ഒരു സ്രബ് വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 50 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ചൈനീസ് ലെഗസ്ട്രോ ആണ്. ഈ ലെഗസ്ട്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടി നിർത്താനായിട്ട് സാധിക്കും. മാത്രമല്ല, ബോൺസായി ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുപോലെ ഒരു ബോർഡർ പ്ലാന്റ് ആക്കി എടുക്കാനും പറ്റുന്നൊരു പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ലെഗസ്ട്രോമിയാണ്. പിങ്ക് ലെഗസ്ട്രോമിയ ഒരു സ്രബ് വെറൈറ്റിയാണ്. നമ്മൾ കട്ടിങ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പ്ലാന്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുവിധം എല്ലാ സ്രബ് വെറൈറ്റീസും തന്നെ നമ്മൾ കട്ടിങ്സ് ഉപയോഗിച്ചാണ് പ്ലാന്റ്സുകൾ പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്നു. അടുത്തായിട്ട് റെഡ് ലെഗസ്ട്രോമിയാണ്. റെഡ് ലെഗസ്ട്രോമിയയുടെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. റെഡ് ലെഗസ്ട്രോമിയയുടെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ലീഫ് ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലാണുള്ളത്. നല്ല റെഡ് കളർ പൂക്കളുമായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ലെഗസ്ട്രോമിയാണ്. വൈറ്റ് ലെഗസ്ട്രോമിയൻ്റെ പ്രൈസ് വരുന്നത് 120 ആണ്. ഇതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത്. എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. അടുത്തതായിട്ട് വരുന്നത് അരിനെല്ലിയാണ് കേട്ടോ. എല്ലാ സമയത്തും ഫ്രൂട്ട് ഉണ്ടാകുന്നൊരു പ്ലാന്റാണിത്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് പനാമ റോസാണ്. പനാമ റോസും ഒരു സ്രബ് വെറൈറ്റിയാണ്. വളരെ കുറ്റി ചെടിയായി നിന്നുകൊണ്ട് തന്നെ പൂക്കളുണ്ടാകുന്നു. അടുത്തായിട്ട് പേർഷ്യൻ ഷീൽഡ്. ഇതൊരു ലീഫി പ്ലാന്റ് ആണ്. ഒരു ഹാഫ് ഇൻഡോറായി വളർത്താൻ പറ്റിയൊരു ലീഫി പ്ലാന്റ് ആണ് ഈ പേർഷ്യൻ ഷീൽഡ്. അത്യാവശ്യം വെളിച്ചമുള്ള ഭാഗത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ലീഫിന് നല്ലൊരു ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ചെമ്പകമാണ്. യെല്ലോ ചെമ്പകത്തിൻ്റെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ്. ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു 1.5-2 അടിയോളം ഹൈറ്റുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മ്യൂസിക്കൽ നോട്ടാണ്. മ്യൂസിക്കൽ നോട്ടും ഒരു സ്രബ് വെറൈറ്റി, അതായത് ഒരു കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ പ്രൈസ് 60 രൂപയാണ്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നു. അടുത്തായിട്ട് ബോട്ടിൽ ബ്രഷാണ്. ബോട്ടിൽ ബ്രഷിന് നമ്മൾ നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൊണ്ടൊക്കെ അത് നല്ലൊരു മരമായിട്ട് നമുക്കൊരു തണൽ മരം പോലെ മാറാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് റൂട്ടിയ ഫ്രൂട്ടിക്കോസ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതിന് കോമൺ ആയിട്ട് മിക്കി മൗസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ ഗോൾഡൻ കാസ്കേഡ് ആണ്. നമുക്ക് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടും അതുപോലെ ഫുൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വളർത്താൻ പറ്റിയൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ ഗോൾഡൻ കാസ്കേഡ്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. വള്ളി വീശി തുടങ്ങിയ പ്ലാന്റിന് 120 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് പെട്രിയാണ്. പെട്രിയ ഒരുവിധം എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ സൈപ്രസ് ആണ്. ഗോൾഡൻ സൈപ്രസ് എല്ലാവരും കണ്ട് പരിചയമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് സ്യൂട്രാന്തിയമാണ്. ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്തുമ്പോഴാണ് ഇതിൻ്റെ ലീഫുകൾക്ക് ഈ
ഒരു കറക്റ്റ് ആ ഒരു ഷെയ്ഡ് കിട്ടുന്നത്. പിങ്ക് ആൻഡ് പർപ്പിൾ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫുകൾ കാണപ്പെടുന്നത്. 50 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ ഡബിൾ പെറ്റൽ മധുമാലതിയാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമ്മളടുത്ത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇനിയേ ഉള്ളൂ. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ്. അടുത്തായിട്ട് ഗാർലിക് വൈനാണ്. ഗാർലിക് വൈനെ നമുക്കിതുപോലെ ഒരു പോട്ടിലും വളർത്താം, അതുപോലെ നിലത്തും വളർത്താൻ പറ്റിയൊരു ക്രീപ്പർ വെറൈറ്റി തന്നെയാണ്. 50 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് തമ്പർജിയ. തമ്പർജിയ കോക്സീനിയ പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകും. അതിൻ്റെ വെരിഗേറ്റഡ് ലീഫ് കൂടി ആകുമ്പോൾ ഒന്നുകൂടി ഭംഗിയാണ്. അടുത്തായിട്ട് വെരിഗേറ്റഡ് ഗാർഡീനിയ, ഗന്ധരാജ, അതുപോലെ സുഗന്ധരാജ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ്സ് എല്ലാവർക്കും പരിചിതമാണ്. അതിൻ്റെ വെരിഗേറ്റഡ് ലീഫുള്ള പ്ലാന്റാണ്. അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് പ്രെൻഫെൽസിയ, അതായത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് വിളിക്കുന്ന ഈ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ലീഫുകളാണ്. ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സുഗന്ധമാണ് കേട്ടോ. ഇതൊരു നാടൻ ടച്ചുള്ള പ്ലാന്റാണ്. അടുത്തായിട്ട് വരുന്നത് ബ്ലൂ ജെയ്ഡ് വൈനാണ്. ബ്ലൂ ജെയ്ഡിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സിന് 450 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതൊക്കെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ഈ ഒരു ടൈപ്പ് പ്ലാന്റിൻ്റെ ഈ സൈസ് പ്ലാന്റിന് 450 രൂപയാണ് വിത്ത് പോട്ടായിട്ട് പ്ലാന്റ്സ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് മെലസ്ട്രോമ. വെരിഗേറ്റഡ് മെലസ്ട്രോമ ഇപ്പോൾ അടുത്താണ് നമ്മുടെ നഴ്സറിയിലൊക്കെ എത്തിയത്. ഈ ഒരു സൈസ് പ്ലാന്റിന് 100 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് പിങ്ക് ബഡ്ലിയ. ഈ ബഡ്ലിയയുടെ ഒരു പ്രത്യേകത, എല്ലാ സമയത്തും പൂക്കളുണ്ടാവും, നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വേണം. എല്ലാ സമയത്തും തേനീച്ചകളെയും പൂമ്പാറ്റകളെയും ഇതിൽ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും അയക്കുക. അടുത്തായിട്ട് ബ്ലൂ പാസിഫ്ലോറയാണ് കേട്ടോ. ചെറിയ പ്ലാന്റ്സിൽ തന്നെ ഒരു ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ടെക്കോമ. ഇത് പാൻഡുരിയ ജാസ്മിനോയിഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പ്ലുമേറിയയുടെ റെഡ് വെറൈറ്റിയാണ്. കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് 220 രൂപയാണ്. ഇതൊന്ന് പാല ചെമ്പകം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല വെൽ റൂട്ടഡ് പ്ലാന്റുകൾ തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വെറോണിക്കയുടെ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. 110 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ്. എന്നാൽ എല്ലാ പ്ലാന്റും പൂക്കളായ പ്ലാന്റ്സ് അല്ല കേട്ടോ. ഈ ഒരു സൈസ് പ്ലാന്റ്സ് നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ്. ഇതൊരു സ്രബ് വെറൈറ്റിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് യൂജീനിയ പ്ലാന്റ് ആണ്. യൂജീനിയയുടെ ഒരു നാരോ ലീഫായിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ നോർമലി കാണുന്ന ടൈപ്പല്ല, നാരോ ലീഫിൻ്റെ വെറൈറ്റിക്ക് 70 രൂപയാണ് പ്രൈസ് വരുന്നത്. ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കനകാംബരമാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ, കുറ്റിച്ചെടിയായിട്ട് നമ്മൾ പോട്ടിൽ വളർത്തിയിരിക്കുന്ന ഈ പ്ലാന്റിൽ നിറച്ചും പൂക്കളാണ്. ഈ ഒരു സൈസ് പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബബിൾ പ്ലാന്റ് ആണ്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. ഇതൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് നമുക്ക് ജനൽ സൈഡിലൊക്കെ അങ്ങനെയും വെച്ച് വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. നല്ല വെളിച്ചം വേണം കേട്ടോ. ഫുൾ ഷെയ്ഡായി പോകരുത്. നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെച്ച് വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അടുത്തായിട്ട് ഇലഞ്ഞിയാണ്. ഇലഞ്ഞിയുടെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എത്ര വർഷം കൊണ്ടാണ് ഇതിൽ പൂക്കളാവുന്നതെന്ന്. ഒരു 2 വർഷം ആകുമ്പോഴേക്കും നിറഞ്ഞു പൂക്കളാകുന്നു. അടുത്തായിട്ട് നന്ദ്യാർവട്ടത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. മിനിയന്തി എന്ന പേരിലൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. നല്ല പുഷ്ടിയായ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സിനാണ് 80 രൂപ പ്രൈസ് വരുന്നത്. ഇതിനെ നമുക്കൊരു ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വെട്ടി നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അടുത്തായിട്ട് വരുന്നത് പിങ്ക് പാസിഫ്ലോറയാണ്. ബ്ലൂ നമ്മൾ നേരത്തെ കണ്ടു, അതിൻ്റെ തന്നെ പിങ്ക്. ഇതിൻ്റെ ഓരോ നോഡിലും കണ്ടില്ലേ മുട്ടുകൾ നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപയാണ്. അടുത്തായിട്ട് വരുന്നത് ക്ലോറോഡെൻഡ്രം ഇൻഡർമ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതൊരു ഹാർഡി സ്രബ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിന് ബോൺസായി ആക്കിയെടുക്കാനും അതുപോലെ തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടി നിർത്താനൊക്കെ സാധിക്കുന്നൊരു പ്ലാന്റാണ്. ഇത് നമ്മളങ്ങനെ ഒരുപാട് വീഡിയോസിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പുതുതായി നമ്മളെടുത്ത് കിട്ടിയൊരു പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഹൈഡ്രാഞ്ചിയാണ്. പിങ്ക് ഹൈഡ്രാഞ്ചിയയുടെ ഹൈബ്രിഡ് ടൈപ്പാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ് അല്ല. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഏകദേശം ഈ ഒരു സൈസിലുള്ള ഡോഫ് പ്ലാന്റ്സാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കുറ്റിമുല്ലയാണ്. കുറ്റിമുല്ല നമ്മൾ ക്രീപ്പ് ചെയ്ത് പോവാതെ തന്നെ കുറ്റി ചെടിയായി നിന്നുകൊണ്ട് പൂക്കളുണ്ടാകുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് പിഗ്നോണിയ ക്രീപ്പറാണ്. പിഗ്നോണിയ ക്രീപ്പറിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഹാർഡി വെറൈറ്റിയാണ്. ഒരുപാട് പടർന്നു കയറി പോകുന്നില്ല. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ടെർമിനാലിയ.
വെരിഗേറ്റഡ് ടെർമിനാലിയ എല്ലാവർക്കും വീട്ടിൽ വെച്ച് വളർത്താൻ ആഗ്രഹമുള്ള ഒരു പ്ലാന്റാണ്. ഇത് ലെയർ പ്ലാന്റാണ്. ഈ ഒരു സൈസ് പ്ലാന്റിന് 520 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ വെരിഗേറ്റഡ് എല്ലാം ലെയർ പ്ലാന്റുകളായിരിക്കും. നെക്സ്റ്റ് വൺ റെഡ് ഹൈഡ്രാഞ്ചിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ചെറിയ പ്ലാന്റ്സിൽ തന്നെ ഈ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സിൽ പൂക്കളുണ്ടാകുന്നു. ഇത് ഡ്വാഫാണ്, അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 80 രൂപയാണ്. ഇത്രയും വലുപ്പമുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് ഹിബിസ്കസ് ഡിലീഷ്യസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ചെമ്പരത്തിയുടെ ഒക്കെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത്. അടുത്തായിട്ട് ബ്ലാക്ക് ലില്ലിയുടെ ഫ്ലവേഴ്സ് അത് മേലെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാകും. പിങ്ക് ഷെയ്ഡിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫ്രാസർ ഐലൻഡ് ക്രീപ്പറാണ്. വർഷത്തിൽ 2 തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ മെച്ചുറായ ഭാഗങ്ങളിൽ തണ്ടിലാണ് നിറഞ്ഞു പൂക്കളുണ്ടാകുക. താഴെ നിന്നാണ് അങ്ങോട്ട് പൂക്കളുണ്ടായി പോകുന്നത്. അടുത്തായിട്ട് വരുന്നത് കക്കാടമുല്ല പ്ലാന്റാണ്. കക്കാടമുല്ലയുടെ ചെറിയ പ്ലാന്റ്സ് അല്ല, അത്യാവശ്യം ഹെൽത്തിയായ പൂക്കളൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ്. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കക്കാടമുല്ലയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, കുറ്റിച്ചെടിയായി നിന്ന് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് കാനാലിലിയാണ്. ഇത് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നതല്ല, ഡോഫ് വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 70 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആണ്. ഇതുപോലെ ബോർഡർ പ്ലാന്റ് ആയിട്ടും വളർത്താം, അതുപോലെ തന്നെ ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് വെട്ടി നിർത്തി അങ്ങനെയും വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. ഒരുപാട് നനവ് ആവശ്യമില്ല, എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്തേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് അഗത്തിച്ചീരയാണ്. അഗത്തിച്ചീരയുടെ റെഡ് വെറൈറ്റിയാണ്. ഇത് നമ്മൾ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തായിട്ട് വരുന്നത് ഡിലേനിയ ഫിലിപ്പൻസിസ് എന്നറിയപ്പെടുന്ന ഒരു ഹാർഡി സ്രബ് വെറൈറ്റി പ്ലാന്റ് ആണ്. ഒരു സമയത്ത് നല്ല റേറ്റ് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 280 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രൺഫെൽസിയ പ്ലാന്റ്സ് ആണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാ സമയത്തും ഇതുപോലെ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് അരൂത പ്ലാന്റ് ആണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള പ്ലാന്റ് ആണ് അരൂത പ്ലാന്റ്സ്. ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഡിയർ ഫുഡ് ഫേൺ ആണ്. 150 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ ആ ഒരു വേരുകൾ പോലെ വരുന്ന ഭാഗങ്ങൾ പിന്നെ ഡിയറിൻ്റെ ഒരു ഫ്രൂട്ടിനോടൊക്കെ സാദൃശ്യമുള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മിക്സഡ് കളർ ലെൻഡാന പ്ലാന്റ് ആണ്. ഇതും ഹൈബ്രിഡ് വെറൈറ്റിയാണ്. കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റൂട്ടി റോസ്പോളിയാണ്. ഇതിൻ്റെ പൂക്കൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഓർക്കിഡിൻ്റെ ഒക്കെ ഒരു പൂക്കളോട് സാദൃശ്യമുള്ളൊരു പ്ലാന്റാണ്, ഒരു ഫ്ലവറാണിതിന്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നു. ഇതൊരു ഹാർഡി സ്ട്രബ് വെറൈറ്റി കൂടിയാണ്. 80 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഹൈഡ്രാഞ്ചിയാണ്. ഈ ഒരു പോട്ടിലുള്ള പ്ലാന്റ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരുപാട് ഹൈറ്റ് വെച്ച് പോവുകയോ ഒരുപാട് മെച്ചുർ ആവുകയോ ചെയ്യാതെ തന്നെ ഇതിൽ പൂക്കളാകുന്നു. ഈ സൈസ് പ്ലാന്റ്സിനാണ് 50 രൂപ. അടുത്തതായിട്ട് വരുന്നത് പാഷൻ ഫ്രൂട്ടാണ്. കാവേരി എന്നറിയപ്പെടുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. സീഡ് മുളപ്പിച്ച ഈ പ്ലാന്റിൻ്റെ പ്രൈസ് 50 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ അലമാണ്ടയുടെ മിനിയേച്ചർ ടൈപ്പാണ്. ഇതൊരു സ്രബ് വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നതും 50 രൂപയാണ്. ഇത് വള്ളിയായി പോകുന്ന ടൈപ്പല്ല കേട്ടോ, ഒരുപാട് ഹൈറ്റ് വെച്ച് പോവുകയില്ല. ചെറിയ കുറ്റിച്ചെടിയായി നിന്നിട്ടാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. അടുത്തായിട്ട് വരുന്നത് വൈറ്റ് റോസിഡോ പ്ലാന്റ് ആണ്. വൈറ്റ് റോസിഡോ പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. ചിലതൊക്കെ മൊട്ടുകളായി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതൊരു ഹാർഡി വെറൈറ്റിയാണ്. ഒരുപാട് പരിചരണം ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒലീവ് പ്ലാന്റ് ആണ്. ഒലീവ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായൊരു പ്ലാന്റ് ആണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റ് കൂടിയാണിത്. ലെയർ പ്ലാന്റുകളാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ ഗാർഡിനിയ പ്ലാന്റ് ആണ്. സുഗന്ധരാജ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ തന്നെ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന പ്ലാന്റ് ആണ്. ഫ്ലവർ അല്പം വ്യത്യസ്തമാണ്, എന്നാൽ നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും. 3 നിറങ്ങളിലാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. അടുത്തായിട്ട് വരുന്നത് പൊട്ടറ്റോ വൈനാണ്. പൊട്ടറ്റോ വൈന് ഒരു വൈൻ ചെടി അഥവാ ക്രീപ്പർ ചെടി ആണെങ്കിലും ഒരുപാട് അങ്ങോട്ട് പടർന്നു പോകുന്നില്ല. നല്ല ഹാർഡി ആയിട്ടുള്ള സ്റ്റെമ്മോട് കൂടിയ പ്ലാന്റാണ്. കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാം. സീസണലല്ല, എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാകുന്നു. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് റൂട്ടി റുസ്പോളിയാണ്. റൂട്ടി റുസ്പോളിയുടെ ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ, ഈ ഒരു സൈസിൽ ഹാങ് ചെയ്ത് കിടക്കുന്ന ഈ പോട്ടിലുള്ള ഈ സൈസ് പ്ലാന്റാണ്.
വിത്തൗട്ട് പോട്ടായിട്ടാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് ലെഡബോറിയ എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റാണ്. ഇത് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താനായിട്ട് സാധിക്കും. ഈ സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വാക്സ് ഐവി. വാക്സ് ഐവി ഹാങ്ങിങ് ആയിട്ടും ക്രീപ്പറായിട്ടും ഒക്കെ വളർത്താനായിട്ട് സാധിക്കും. ഒരുപാട് വെളിച്ചമുള്ള ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കുന്ന ഭാഗത്ത് വെക്കേണ്ടതില്ല. അടുത്തായിട്ട് എപ്പിഡെൻഡ്രം ഓർക്കിഡിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ്. 300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരുവിധം എല്ലാ പ്ലാന്റ്സുകളും തന്നെ മൊട്ടൊക്കെ ആയി നിൽക്കുന്ന ഒരു ഡബിൾ ഷൂട്ടോട് കൂടിയ പ്ലാന്റ്സുകളാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒൺസീഡിയം ഓർക്കിഡ്. ഒൺസീഡിയം ഓർക്കിഡിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് ചിലതൊക്കെ. എല്ലാം തന്നെ ഡബിൾ ഷൂട്ടും ത്രിബിൾ ഷൂട്ടും ഒക്കെ ആയി നിൽക്കുന്ന ഈ സൈസ് പ്ലാന്റ്സുകളാണ് 450 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് റെഡ് ലിപ്സ്റ്റിക്കാണ്. ചെറിയ പ്ലാന്റ്സ് എല്ലാം ഹാങ്ങിങ് പോട്ടിൽ നല്ല ഫില്ലായി നിൽക്കുന്ന പൂക്കളും മൊട്ടുകളൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സാണ്. വിത്തൗട്ട് പോട്ടായിട്ടാണ് പ്ലാന്റ്സ് അയക്കുന്നത്. 150 രൂപയാണ് പ്രൈസ്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് എൽഡർ ബെറി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു സ്രബ് വെറൈറ്റിയാണ്. എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നു. നമ്മൾ പോട്ടിൽ ആണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ കുറ്റിച്ചെടിയായി നിൽക്കുന്നു. നിലത്താണെങ്കിൽ കുറച്ചൊന്ന് മരം പോലെയായി മാറുന്നൊരു പ്ലാന്റാണ്. അടുത്തായിട്ട് എപ്പിഡെൻഡ്രം ഓർക്കിഡിൻ്റെ റെഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നതും 300 രൂപ തന്നെയാണ്. ഇതെല്ലാം തന്നെ ഡബിൾ ഷൂട്ടോട് കൂടിയ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും. എല്ലാം തന്നെ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സുമാണ്. നെക്സ്റ്റ് വൺ വരുന്നത് അമേരിക്കൻ ഹോളിയാണ്. അമേരിക്കൻ ഹോളിയുടെ ലീഫും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ബെറി, ആ ഒരു ഫ്രൂട്ടും കാണാനാണ് നല്ല ഭംഗിയുള്ളത്, പൂക്കൾക്കല്ല. അടുത്തായിട്ട് ബാംബു ഓർക്കിഡ്. കൂടുതൽ പരിചരണമൊന്നുമില്ലാതെ തന്നെ നമുക്ക് മണ്ണിൽ നോർമൽ പോട്ടി മിക്സിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഓർക്കിഡ് പ്ലാന്റ് ആണ് ബാംബു ഓർക്കിഡ്. അടുത്തായിട്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിൻ്റെ ഷെയ്ഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആ ഒരു വെളിച്ചത്തിൻ്റെ ഇതനുസരിച്ചാണ് നമ്മൾ ഡയറക്റ്റ്ലി സൺലൈറ്റിൽ വെക്കുമ്പോൾ ഒരു മെറൂൺ ഷെയ്ഡിലേക്കും ചെറിയൊരു ഷെയ്ഡിലേക്ക് മാറുമ്പോൾ ചെറുതായിട്ടൊന്ന് ഗ്രീൻ ഷെയ്ഡും ആകുന്നൊരു പ്ലാന്റാണ്. അടുത്തായിട്ട് വാട്ടർ ജാസ്മിൻ. ഇതൊരു സ്രബ് വെറൈറ്റിയാണ്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നു. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് വാട്ടർ ജാസ്മിനിൽ ഉണ്ടാകുന്നത്. കുറ്റിച്ചെടിയാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ് ഇത് ക്രീപ്പർ ആണോ എന്നുള്ളത്. ക്രീപ്പർ വെറൈറ്റി അല്ല, കുറ്റിച്ചെടി തന്നെയാണ്. നമുക്ക് പോട്ടിലും വളർത്താം, അതുപോലെ നിലത്തും വളർത്താനായിട്ട് സാധിക്കും. അടുത്തായിട്ട് വൈറ്റ് പ്ലംബാക്കോയാണ്. ഈ പ്ലംബാക്കോ അഥവാ കൊടുവേലി പ്ലാന്റിൻ്റെ ലീഫ് ഒരുപാട് വ്യത്യസ്തമാണ്. നമ്മുടെ നീല കൊടുവേലിയിൽ നിന്നും ലീഫ് ഒരുപാട് വ്യത്യസ്തമാണ്. എന്നാൽ ഫ്ലവർ സെയിം തന്നെയാണ് കേട്ടോ. ഒരേ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. അടുത്തതായിട്ട് വരുന്നത് റെഡ് പ്ലംബാക്കോ. റെഡ് പ്ലംബാക്കോയും അതുപോലെ തന്നെയാണ്. ലീഫ് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ലീഫുകളാണ്. ഇത് ചുരുണ്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. ലീഫിൻ്റെ ഒരു പ്രകൃതം തന്നെ അങ്ങനെയാണ്, അല്ലാണ്ട് ലീഫ് ഡാമേജ് ആയ പ്ലാന്റ് അല്ല. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് മധുമാലതിയാണ്. ഹൈബ്രിഡ് മധുമാലതി നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം ഹൈറ്റ് വെച്ച് പോകും. എന്നാൽ ക്രീപ്പർ അല്ല. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ആ ഒരു കളർ ഷെയ്ഡും കുറച്ച് വ്യത്യസ്തമാണ്. ഒരു മെറൂൺ ആൻഡ് റെഡ് ഷെയ്ഡായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് എൻജോയ് പോത്തോസാണ്. എൻജോയ് പോത്തോസിൻ്റെ ഈ സൈസ് പ്ലാന്റിന് 30 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് വെരിഗേറ്റഡ് അലമാണ്ടയാണ്. പിങ്ക് ഷെയ്ഡിലുള്ള പൂക്കളാണ് വെരിഗേറ്റഡ് അലമാണ്ടയിൽ ഉണ്ടാകുന്നത്. ഇത് മിനിയേച്ചർ ടൈപ്പാണ്. ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്ന സൈസല്ല. അടുത്തായിട്ട് രാജമല്ലിയാണ്. രാജമല്ലിയുടെ 2 ഷെയ്ഡ്സാണ് നമ്മളിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളേഴ്സ് അങ്ങനെ കൺഫേം ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അടുത്തായിട്ട് വരുന്നത് റെഡ് അലമാണ്ടയാണ്. റെഡ് അലമാണ്ടയുടെ ഈ സൈസ് പ്ലാന്റിനാണ് 140 രൂപ വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. നെക്സ്റ്റ് വൺ യെല്ലോ മാൻഡിവില്ലയാണ്. ഇത് നാടൻ വെറൈറ്റിയാണ് കേട്ടോ. നാടൻ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, കൂടുതൽ പരിചരണം ഒന്നും ആവശ്യമില്ല. എന്നാൽ എല്ലാ സമയത്തും മഴയത്ത് പോലും നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് യെല്ലോ മാൻഡിവില്ല. അടുത്തായിട്ട് വരുന്നത് ഡെൻഡ്രലോബിയം പ്ലാന്റ് ആണ്. ഇതൊരു ലീഫി പ്ലാന്റ് ആണ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോഴാണ് ഇതിൻ്റെ ലീഫുകൾ നല്ല മഞ്ഞയായി വരുന്നത്. ഇപ്പോൾ ഇത് ചെറിയൊരു ഷെയ്ഡിലായതുകൊണ്ടാണ്. അടുത്തായിട്ട് വെരിഗേറ്റഡ് ഹിബിസ്കസ് ആണ്. വെരിഗേറ്റഡ് ഹിബിസ്കസിൽ റെഡ് ഫ്ലവർ തന്നെയാണ് ഉണ്ടാകുന്നത്. 70 രൂപയാണ് പ്രൈസ്. അടുത്തായിട്ട് സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെരിഗേറ്റഡ് ഷെയ്ഡ്, ഒരു പിങ്ക് പൊട്ട് വരുന്നൊരു ടൈപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നതും 70 രൂപ തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ലീഫി പ്ലാന്റ് ആണ്. ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാണ്.
വെരിഗേറ്റഡ് പീസ് ലില്ലി. ഇതിൻ്റെ പ്രൈസ് 100 രൂപയാണ്. ജിഫി പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് എല്ലാം തന്നെ. അടുത്തായിട്ട് വരുന്നത് പ്ലക്ട്രാന്തസ് ആണ്. ഇതൊരു സ്രബ് വെറൈറ്റിയാണ്. എന്നാൽ ഒരുപാട് ഉറപ്പുള്ള ആ ഒരു ടൈപ്പ് അല്ല കേട്ടോ. ഇതിൻ്റെ തണ്ടുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് മിനിയേച്ചർ മെഡ്നില്ല പ്ലാന്റ് ആണ്. മിനിയേച്ചർ മെഡ്നില്ലയിൽ മുത്തുകൾ പോലെയുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നു. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, ചെറിയൊരു ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ്. അടുത്തായിട്ട് ലീഫ് ആന്തൂറിയം. ഈ സൈസ് നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സിന് 450 രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ജെയ്ഡ് വൈൻ ആണ്. റെഡ് ജെയ്ഡ് വൈൻ്റെ വിത്ത് പോട്ടായിട്ടുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. ഈ റെഡ് ജെയ്ഡ് വൈൻ മാത്രം നമ്മൾ ഇൻക്ലൂഡ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്, 650 രൂപ. അടുത്തായിട്ട് യെല്ലോ കോട്ടൺ പ്ലാന്റ്. യെല്ലോ കോട്ടൺ പ്ലാന്റിൻ്റെ ഈ പൂക്കൾ കണ്ടില്ലേ, നല്ല മൾട്ടി പെറ്റൽ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ മൾട്ടി പെറ്റൽ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. ഈ സൈസ് പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത്. അടുത്തായിട്ട് ആന്തൂറിയം ക്ലാർനെർവിയാണ്. ഇതിന് ജിഫി പ്ലാന്റ്സിൻ്റെ ഈ സൈസ് പ്ലാന്റിന് 350 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിനൊക്കെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. ആന്തൂറിയം ക്ലാർനെർവിയം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ആ ഒരു മദർ പ്ലാന്റിൻ്റെ പിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് വൺ വരുന്നത് മാൻഡിവില്ല റെഡ് ഷെയ്ഡാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ. ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പോട്ടിൽ വെച്ചിട്ട് സ്റ്റാൻഡ് കൊടുത്തിട്ടോ അങ്ങനെയൊക്കെ വളർത്താനായിട്ട് സാധിക്കും. 250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മോൺസ്റ്റർ ഡെലിഷ്യോസ. ഇതുപോലെ വലിയൊരു പോട്ടിൽ വെച്ച് നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. ഒരു സ്റ്റിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു റൂട്ട് തൂങ്ങിക്കിടക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ സൈസ് പ്ലാന്റ്സിനാണ് 350 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മാൻഡിവില്ലയുടെ പിങ്കാണ്. നേരത്തെ റെഡിൻ്റെ അതേ ഒരു ഇതിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. ഇതും ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഈ സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ട്രൊസിഡോയാണ്. ഇതിൻ്റെ ആ ഒരു കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയില്ല. മാത്രമല്ല എല്ലാ തണ്ടിലും മൊട്ടായി നിൽക്കുന്നുണ്ട്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് മാൻഡിവില്ലയുടെ വൈറ്റ് ആണ്. ഇതും ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നമ്മൾ നോർമൽ കാണുന്ന ടൈപ്പല്ല. ഈ സൈസ് പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. അടുത്തായിട്ട് വൈറ്റ് പെട്രിയ. ഇതിപ്പോൾ ഒരു പോട്ടിലാണ് ഈ ഫ്ലവർ ആയി നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടത്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് ഫൈക്കസ് സിവറേനിയാണ്. ഇതൊരു വെരിഗേറ്റഡ് ലീഫോട് കൂടിയ ഫൈക്കസ് പ്ലാന്റ്സ് ആണ്. റബ്ബർ പ്ലാന്റ് എന്ന പേരിലാണ് ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ഇൻഡോർ ആയിട്ടും വളർത്താം, അതുപോലെ ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. ഇതിൽ ലീഫിൻ്റെ വെരിഗേഷൻ കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തായിട്ട് ഫൈക്കസിൻ്റെ തന്നെ ടിങ്ക എന്നറിയപ്പെടുന്നൊരു വെറൈറ്റിയാണ്. ഇതും ഒരു വെരിഗേറ്റഡ് ലീഫാണ്. ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ കയറി വരുന്നത്. ഇതെല്ലാം തന്നെ ജിഫി പ്ലാന്റ്സുകളാണ്. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഫൈക്കസ് മെലനിയാണ്. ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് ഇതിൻ്റെ ലീഫുകൾ മാറുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. മെച്ചർ ആകുന്നതിനനുസരിച്ച് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് മാറുന്നു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ റൊസിഡോ. യെല്ലോ റൊസിഡോയുടെ നല്ല മെച്ചുറായ പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചത്. ഇത് ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് ഒരു മരം പോലെ ആകുന്നത്. നമുക്ക് പോട്ടിൽ വളർത്തുകയാണെങ്കിൽ കുറ്റിച്ചെടിയായിട്ട് തന്നെ നിർത്താനായിട്ട് സാധിക്കും. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തായിട്ട് വരുന്നത് ചാമഡോറിയ പാമാണ്. ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ്. നമുക്ക് ഇൻഡോറായിട്ട് വളർത്താനായിട്ടും സാധിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അടുത്തായിട്ട് ബ്ലാക്ക് അരേലിയ. ബ്ലാക്ക് അരേലിയനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനെ നമുക്ക് ബോൺസായി ആക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പോട്ടിലും നിലത്തൊക്കെ കൂടുതൽ പരിചരണമില്ലാതെ വളർത്തിയെടുക്കാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ചെമ്പകമാണ്. ഇതും സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ പ്ലാന്റായി പോവാതെ പെട്ടെന്ന് പൂക്കളുണ്ടാകുന്നു. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് എടുത്തൊരു പിക്കാണ്. പോട്ടിലാണ് ഈ പ്ലാന്റ്സിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിലത്തും വളർത്താനായിട്ട് സാധിക്കും. 80 രൂപയാണ് ഈ സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ബൊളീവിയൻ സൺസെറ്റും. ഒരുപാട് കസ്റ്റമേഴ്സ് കുറേ ആയിട്ട് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. കൂടുതൽ പരിചരണമൊന്നുമില്ലാതെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കാം കസ്റ്റമേഴ്സൊക്കെ ഈ പ്ലാന്റ് ആവശ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മിനിയേച്ചർ മുരായാണ്. മുരായ നമ്മളെല്ലാവരും കാണുന്നൊരു പ്ലാന്റാണ്. മിനിയേച്ചർ അങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ല.
ഈ ഒരു സൈസ് പ്ലാന്റ്സ് ലീഫൊക്കെ നല്ല ചെറിയ ലീഫുകളായിരിക്കും. അടുത്തായിട്ട് പെഡിലാന്തസിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇതിന് ഇതുപോലെ ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് നമ്മൾ ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. അടുത്തതായിട്ട് വരുന്നത് മോർണിംഗ് ഗ്ലോറിയാണ്. മോർണിംഗ് ഗ്ലോറിയുടെ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. ഇതുപോലെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നൺ ഓർക്കിഡാണ്. നൺ ഓർക്കിഡിൻ്റെ ഒറ്റ ഷെയ്ഡ് മാത്രമാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ചില പ്ലാന്റ്സുകളിൽ മാത്രമാണ് ഇപ്പോൾ പൂക്കളായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഈ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അയക്കുന്നത്. ഇതും നമുക്ക് നോർമൽ പോട്ടി മിക്സിൽ വെച്ച് വളർത്താൻ പറ്റിയൊരു ഓർക്കിഡ് വെറൈറ്റിയാണ്. ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ പോലെ തന്നെ കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് കെയിൻ ബിഗോണിയാണ്. ഇതുവരെ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തൊരു പ്ലാന്റ് കൂടിയാണിത്. 80 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് ബുഹീനിയ പ്ലാന്റ് ആണ്. ബുഹീനിയയുടെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ നമ്മളെടുത്ത് റെഡി ആയിട്ടുണ്ട്. 350 രൂപയ്ക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ്. ചില പ്ലാന്റുകളൊക്കെ തന്നെ മൊട്ടായി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. കഴിഞ്ഞ തവണ വാങ്ങിയ കസ്റ്റമേഴ്സിന് അറിയാനായിട്ട് സാധിക്കും. മൊട്ടായ പ്ലാന്റ്സുകളാണ് നമ്മളെല്ലാവർക്കും അയച്ചു കൊടുത്തത്. അടുത്തായിട്ട് വരുന്നത് ഡബിൾ പെറ്റൽ അലമാണ്ടയാണ്. യെല്ലോ ഷെയ്ഡിൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ കുറഞ്ഞ പ്ലാന്റ്സ് മാത്രമാണ് നമ്മളെടുത്ത് ഇനി സ്റ്റോക്കുള്ളൂ. വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. അടുത്തായിട്ട് മണിമുല്ല പ്ലാന്റ് ആണ്. വർഷത്തിൽ ഒരു തവണയാണ് മണിമുല്ലയിൽ പൂക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ ഉണ്ടാകുന്ന സമയത്ത് നിറഞ്ഞ പൂക്കളായിരിക്കും. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഫിഷ് ബോൺ ക്യാറ്റസ് ആണ്. 140 രൂപയാണ് പ്രൈസ് വരുന്നത്. അതിൻ്റെ ആ ഫ്ലവർ കണ്ടില്ലേ, കമലത്തിൻ്റെ ഫ്ലവറിനോടൊക്കെ സാദൃശ്യമുള്ളൊരു ഫ്ലവറാണ്. അടുത്തായിട്ട് ബ്ലൂ ഡേയ്സ് ആണ്. ഒരു ബോർഡർ പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ്. കൂടുതൽ പരിചരണം ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ആ ഒരു പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ബ്ലൂ ഷെയ്ഡിൽ ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഈ സൈസ് പ്ലാന്റിനാണ് 50 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ലോക്കസ്റ്റ് ആണ്. ബ്ലാക്ക് ലോക്കസ്റ്റ് ഒരു സ്രബ് വെറൈറ്റിയാണ്. ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇതൊരു വലിയ മരമായി പോയിട്ടാണോ പൂക്കളുണ്ടാകുന്നത്. ഇതൊരു പോട്ടിൽ തന്നെ നിന്നുകൊണ്ട് പൂക്കളുണ്ടായത് കാണിച്ചത്, അതുകൊണ്ടാണ് 90 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ക്രിപ്റ്റാന്തസിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയച്ചു തരുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് ഈ ക്രിപ്റ്റാന്തസ്. നെക്സ്റ്റ് വൺ വരുന്നത് പ്രിൻസസ് വൈനാണ്. ഒരുപാട് കോമൺ ആയി നിൽക്കുന്ന ഒരു പ്ലാന്റ് അല്ല, എന്നാൽ കാണാൻ ഒരുപാട് ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതൊരു ലീഫി ക്രീപ്പറാണ് കേട്ടോ, അല്ലാണ്ട് ഫ്ലവറിങ് ക്രീപ്പർ അല്ല. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ കൂഫിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ യെല്ലോ അങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ല. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കൂഫിയ പ്ലാന്റിനെ നമുക്കൊരു ബോർഡർ പ്ലാന്റ് ആയിട്ട് വളർത്താം. അതുപോലെ തന്നെ ബോൺസായി ആക്കി എടുക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് വരുന്നത് സെനീഷ്യോ ക്രീപ്പറാണ്. സെനീഷ്യോ ക്രീപ്പറിനെ ചിലരൊക്കെ യെല്ലോ ബ്രൈഡൽ എന്ന പേരിലും വിളിക്കാറുണ്ട്. അടുത്തായിട്ട് വരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്, പെപ്രോമിയ പ്ലാന്റ്. ഇതിനെ ഇൻഡോർ ആയിട്ട് വെക്കണം എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ലീഫ് സ്ട്രക്ചർ, അതിൻ്റെ ആ ഒരു ഷെയ്ഡ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മരാന്ത പ്ലാന്റ് ആണ്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിനാണ് 30 രൂപ പ്രൈസ് വരുന്നത്. ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള പ്ലാന്റ്സുകളുടെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ പേര് എഴുതി വയ്ക്കുകയോ ചെയ്ത ശേഷം ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും തന്നെ മറക്കല്ലേ. ഓക്കെ, താങ്ക്